എന്താ നോക്കി നിൽക്കുന്നേ? ഒന്നും പറയാനില്ലേ? നിന്റെ പക തീർന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ ശിവാനന്ദ? ഏട്ടാ വേണ്ട, ഒരാളും ഒന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. അയാള് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ അച്ഛാ. സാറ പറഞ്ഞത് ശരിയാ. അവനേക്കാൾ വലിയൊരു ക്രിമിനല് ഈ ഭൂമിയിലില്ല. അമ്മാവാ, അമ്മാവാ, അമ്മാവാ പറയുന്നൊന്ന് കേക്ക്. അമ്മാവാ, 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 അമ്മാവാ വാതിൽ തുറക്ക്. അമ്മാവാ, അമ്മാവ ഞാനല്ലേ പറയുന്നത്. ഒന്നും അറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു പോലോടാ മോനെ. ഈ അമ്മാവന് മാപ്പ് നാടാ മോനെ. അമ്മ ഇരിക്ക. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടു അവള് നമ്മളെ മുന്നിൽ ചിരിച്ച് കളിച്ച് നിന്നില്ലടാ. അവള് കല്യാണത്തിന് സമ്മതിച്ചില്ല. എല്ലാം ഇത്രത്തോളം കൊണ്ട് എത്തിച്ചില്ലേ അവള്. അങ്ങനെ ഒരുത്തി എനിക്ക് പിറന്നതിന്റെ ദോഷം ഞാൻ എത്ര നാൾ കൊണ്ട് നടക്കാനാ. അമ്മാവ ഇതറിഞ്ഞ നിമിഷം മുതല് പറയണോ വേണ്ടെന്നൊരു 1000 വട്ടം ഞാൻ ചിന്തിച്ചു. എനിക്ക് ധൈര്യം ഉണ്ടായില്ല. എന്റെ അമ്മാവൻ തളർന്ന് വീഴുന്നത് കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ, എന്റെ ദൈവത്തിന്റെ സ്ഥാനത്തല്ലേ. പിന്നെ പിന്നെ ഞാൻ എങ്ങനെയാ അമ്മാവാ? അവള് ശത്രുക്കളോട് പോലും ചെയ്യാത്ത നമ്മളോട് ചെയ്ത് ഈ ആഹാരം ഉണ്ടൊക്കെ
എന്തിനൊക്കെ സമാധാനം പറയണോടാ? ഇനിയിപ്പോ എന്തിനാ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്? എന്തിനാ വെറുതെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്? ഞാനോട് പോയിക്കോളാൻ പറ മോനെ. എന്നിട്ട് ഞാൻ നെഞ്ചു മുട്ടിച്ചത്ത ചടങ്ങിന് വരാൻ പറഞ്ഞാ മതി. അമ്മാവ അങ്ങനെയൊന്നും പറയല്ലേ. മോനെ ഹരി ആരുമായിട്ടായിരുന്നടാ അവക്ക് ബന്ധം? ആരാ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ? നാളെക്കിടന്ന് നോക്കണ്ട. ആളാരായാലും നമുക്ക് അവന്റെ വീട്ടിൽ പോയി അവന്റെ കാല് പിടിക്കാം. കരുതി ഞാൻ പറഞ്ഞോളാം മോനെ. ആരാ നീ പറ. അയാളെ തേടി പോയിട്ട് പ്രയോജനമൊന്നുമില്ല മാവ. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നല്ലോ. അതെന്താടാ? ഞാൻ പോയി കണ്ടു. ചോദിച്ച കേട്ടില്ലേ? ആരോ ഇതിന്റെ ഉത്തരവാദിയെന്നോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇവിടുന്ന് പോയ നിന്റെ കുടുംബക്കാരി ഉണ്ടല്ലോ, കുറച്ചു ദിവസം മുമ്പേ അവളുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു കോഫി ഷോപ്പില്. അവളുടെ വയറ്റിലുണ്ടാക്കിയവനായിട്ട്. അവളുടെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിലേ നീ അവളോട് പോയി ചോദിച്ചു നോക്ക്. അവന്റെ പേര് വിപിനെന്ന്. ഹരിയേട്ടൻ വിപിനെ അന്വേഷിക്കുന്നത് അവനെ കണ്ടെത്തിക്കൊണ്ടുവന്ന് വീണയെ വിവാഹം കഴിപ്പിക്കാനല്ലേ? അതൊരിക്കലും നടക്കില്ല. ഗൾഫിൽ വെച്ച് അവന്റെ വിവാഹം കഴിഞ്ഞു. സ്വന്തം കൂട്ടുകാരിയെ പോലും ചതിച്ചോടത്തേക്ക് ഒന്നുമല്ല, ഇതിനപ്പുറമല്ലേ പറയേണ്ടത്? പെണ്ണിനോടും കുടുംബക്കാരോടും നമ്മളിനി എന്താ പറയുക? നീ ഒരു കാര്യം ചെയ്. നീ വേണുനെ വിളിച്ചു പറ. അവിടെ ബന്ധുക്കളും കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? അവരുടെയൊക്കെ മുന്നില് ആ പാവങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നീ എന്തിനാ നാണം കെടുന്നേ? അവളെ ജനിപ്പിച്ചത് ഞാനല്ലേ? അപ്പോ അവളുണ്ടാക്കിയ നാണക്കേട് ഞാൻ തന്നെ ചെന്ന് പറഞ്ഞോളാം. അമ്മാവ, അമ്മാവനിപ്പോ എങ്ങോട്ടും പോണ്ട. സമാധാനമായിട്ട് ഇവിടെ ഇരുന്നാ മതി. സമാധാനോ? അതിന് ഈ ജീവിതത്തിൽ എനിക്ക് കൊണ്ടോടാ പോലെ. ഈ നിമിഷം ഞാൻ അങ്ങ് തീർന്നു പോകുന്നില്ലല്ലോടാ. അമ്മാവ, അമ്മാവന് ഞാനുണ്ട്. മറ്റൊന്നും ഇനി ചിന്തിക്കരുത്. എന്നെ ഓർത്തിട്ടെങ്കിലും അമ്മാവൻ വേറൊന്നും ചിന്തിക്കരുത്. അച്ഛാ, അച്ഛാ വാതിൽ തുറക്കച്ചാ. അച്ഛാ
കൈത്താങ്ങായിട്ട് നീ കൂടെയുണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. അനുജന്റെ കൂട്ട് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. പക്ഷേ നീ നിന്റെ കുടുംബവും എന്നെ എന്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഈ നിമിഷം നീ നിന്റെ കുടുംബം ഇറങ്ങണം ഇവിടുന്ന്. ഏട്ടാ, ഇറങ്ങിപ്പോടാ എന്റെ മുമ്പ്. ഇനി നിന്റെ കുടുംബമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഓ, ഇപ്പൊ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ഏട്ടൻ ഒരിക്കൽ ബോധ്യമാവും. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയൂ. ചന്ദ്രിക, വാടാ. നല്ല മനസ്സോടെയല്ല നിൽക്കുന്നെങ്കിൽ നിനക്കും ഇറങ്ങാം അവരോടെ. എനിക്കും എന്റെ മോൾക്കും ദൈവമുണ്ട് കാവലിന്. അത് മതി. ഞാനങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എനിക്ക് കല്യാണം നടക്കണത് കാണണം. ഇത്രയും നാൾ അച്ഛനും മോളും പറഞ്ഞുകൊണ്ടിരുന്നത് സുജാതയുടെ മഹത്വത്തെക്കുറിച്ചാ. പക്ഷേ അതിനേക്കാൾ എത്രയോ മേലെയാണ് മോളെ നിന്റെ ഭർത്താവാകാൻ പോകുന്നവൻ. ഇത്രയൊക്കെ നടന്നിട്ടും അവൻ സ്വന്തം വീട്ടിൽ അറിയിച്ചില്ലല്ലോ. നമ്മളോടൊരു പരാതി പോലും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്നാ. അതെ, പക്ഷെ എല്ലാം അറിഞ്ഞ നിലയ്ക്ക് ചെറിയച്ഛനും സ്തുതിയും ചെയ്ത തെറ്റിന് നമ്മൾ അദ്ദേഹത്തിനോട് മാപ്പ് പറയണം. അത് ഞാൻ തന്നെ പോയി പറയാം. നീ തനിച്ചു പോണ്ട മോളെ, നമുക്കൊന്നിച്ച് തന്നെ പോയി പറയാം. സുജാതയെ ഞാൻ വിളിക്കാം. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയാം. എല്ലാം അറിഞ്ഞിട്ട് അവർ തീരുമാനിക്കട്ടെ. അവരെന്ത് തീരുമാനിച്ചാലും അതാണ് ശരി. അത് മാത്രമാണ് ശരി. നിത്യയും അച്ഛനും ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്തായിരിക്കൂടെ കാര്യം? നാളെ വിവാഹം തീരുമാനിച്ചു വച്ചിട്ട് ഈ സമയത്ത് ഇങ്ങനൊരു വിളിയും വരവൊക്കെ? നിത്യയുമായി ഇങ്ങോട്ട് കയറി വരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മൾ 3 പേരും ഉണ്ടാവണമെന്ന് പറഞ്ഞു. അമ്മേ, നീ പേടിക്കാതെ മോനെ, ഒന്നും സംഭവിക്കില്ല. ദാ അവര് വരുന്നുണ്ട്. എന്തുപറ്റി? വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഞങ്ങൾ അമ്മയോടും അച്ഛനോടും മാപ്പ് പറയാൻ വന്നതാ. മാപ്പ് പറയോ? എന്തിന്? അതെ സുജാത, നിങ്ങളോട് പറയാതെ എനിക്ക് മോൾക്ക് സമാധാനം കിട്ടില്ല. എല്ലാം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നാളത്തെ വിവാഹം വേണോ വേണ്ടയോന്ന്.
എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചേ? കാര്യം എന്തായാലും നിങ്ങൾ പറയൂ. തടസ്സം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് മാറ്റിയെടുക്കാൻ എനിക്കറിയാം. ചെറിയച്ഛനും ശ്രുതിയും ശ്രുതിയൊക്കെ വീട്ടിൽ നിന്ന് പോയി. പോയതല്ല, ഞാൻ ഇറക്കി വിട്ടതാ. അയ്യോ, അതിന്റെ കാരണമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മോൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ? ഇല്ല അച്ഛാ, ഞാനത് പറഞ്ഞില്ല. എന്നെ അവർ തല്ലിയതോ അപമാനിച്ചതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വെറുപ്പെങ്കിലും നിത്യയോടോ അച്ഛനോടോ ആർക്കെങ്കിലും തോന്നിയാലോ എന്ന് പേടിച്ച് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. മോനെ, ഇത്രയൊന്നും കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ഞങ്ങളോട് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിനെല്ലാം അർഹതയുണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്ത് പറ്റി ഇവർക്കൊക്കെ? എല്ലാവരെ കുറിച്ചും നല്ല ചിന്തകൾ മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എത്ര പെട്ടെന്ന് അവരൊക്കെ ഞങ്ങളുടെ മനസ്സുകളിൽ കയറിക്കൂടിയത്. എന്നിട്ട് അവരൊക്കെ ബന്ധുക്കളുടെ വാക്കുകൾക്ക് വാൾത്തലയേക്കാൾ കൂടുതലാണ് മൂർച്ച. അത് ഒരു കൂട്ടർ കൂടി തെളിയിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീട്ടിൽ പെണ്ണന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അന്തസ്സല്ലാതെ കൈമുതലായിട്ട് ഒന്നുമില്ലെന്നാ. ആ അന്തസ് പോലും കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. കൂടപ്പിറപ്പുകളെല്ലാം ചേർന്ന് അതില്ലാണ്ടാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാമെന്ന്. അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോ എന്റെ പ്രാണനേക്കാൾ ജീവനെ ഇഷ്ടം. പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞാൽ ഞാനിതെല്ലാം സഹിച്ചോളാം. എങ്ങനെ സഹിക്കും മോളെ നീ? നിനക്ക് നിന്റെ അമ്മയെ പിരിയാൻ പറ്റുമോ? നിനക്ക് നിന്റെ ജീവനെ പിരിയാൻ പറ്റുമോ? നിന്നെ കാണാനും വിവാഹം ഉറപ്പിക്കാനും വന്നപ്പോ നിനക്ക് ചുറ്റും ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ നിൽക്കുന്ന അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതി, അത് മാത്രം മതിയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റവും വരില്ല. നിനക്കെന്താ പറയാനുള്ളത്? നിത്യ, തന്നോടുള്ള ഇഷ്ടം ഒരു ഭ്രാന്ത് പോലെയായ അവസ്ഥയിലാണ് ഞാൻ. ബന്ധുക്കളൊക്കെ പോട്ടറോ, നമ്മളെ തോപ്പിക്കാൻ അവരെ കൊണ്ടൊന്നും പറ്റില്ല. എല്ലാം സഹിച്ചിട്ടും പുറത്തിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് തന്നെ വേണം നിത്യ. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കേട്ടല്ലോ, ഇവൻ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ തീരുമാനം. ഇനിയിപ്പോ രണ്ടു വീട്ടിലും ബന്ധുക്കളുണ്ട്, ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ തന്നെ വേണ്ടേ നേരിട്ട് എന്ന് സ്വീകരിക്കാനും സംസാരിക്കാനും ഒക്കെ. നിത്യ, മോൾ അച്ഛനെയും കൂടി തിരിച്ചു പോയിക്കോ. എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ.
ദൈവം തീരുമാനിച്ച ബന്ധം, ദേവതകൾ കാവൽ നിൽക്കുന്ന മുഹൂർത്തം, അതിനൊരു തടസ്സവും വരില്ല. നാളെ നിങ്ങളുടെ കല്യാണമാണ്, അതിനൊരു മാറ്റവും വരില്ല.